ഹായ് ഫ്രണ്ട്സ്, ഹലോ. അപ്പം നമ്മളിന്ന് രാവിലെ എണീറ്റിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട് ഇവിടുത്തെ കൊയിലാണ്ടിയിലേക്ക്, തറവാട്ടിലേക്ക്. കുറേ കാലമായി ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പോകുന്നതാണ് ഇങ്ങനെ കൊയിലാണ്ടി തറവാട്ടിൽ. അപ്പോൾ ഇന്ന് നമ്മളെ അതെ ചുമയായി പിന്നെ മോക്കായി എനക്കായി അപ്പം മൂന്നാളും കൂടി ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു മഴയായിട്ട് മഴയും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര മഴയില്ല. ഇങ്ങനെയാണ് ആ റോഡിന് വഴി പോവാന്ന് പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ രാവിലെ തന്നെ മോക്ക് ഫുഡ് കൊടുക്കുന്ന ഇറക്കിലാണ്. ഒരു വാക്കാൽ കഴിക്കുന്നില്ല. കൊടുക്കുന്നതിനെ തുപ്പി 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 കളയുന്നതാണ്. കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഭക്ഷണം വേഗം കൊടുത്തിട്ട് നമ്മൾ എന്നാലും ഇറങ്ങാൻ നോക്കി. രാവിലെ തന്നെ ഇറങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തത്. പക്ഷെ മോൾക്ക് രാത്രി ശരിക്കും ഉറക്കം ശരിയാവാണ്ട് രാവിലെ വേഗം എണീക്കൂല. എന്നാലും പാവം ഒരു 6:30 എണീച്ചു. അപ്പൊ മോളിൽ നിന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ കൊയിലാണ്ടിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. ഞാനും മോളും ഏട്ടനും അതുപോലെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. അമ്മമ്മ കുറച്ച് ദിവസം മുന്നെയാണ് കൊയിലാണ്ടിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മമ്മ വരുന്നില്ല. നമ്മൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. മോള് ഫ്ലാഗൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് കളിക്കുകയാണ്. കാരണം നമ്മൾ പോയ ദിവസം ഓഗസ്റ്റ് 15 മോൾക്ക് ഫ്ലാഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോഴും മോള് ഫ്ലാഗൊക്കെ പിടിച്ച് കളിച്ച് അതൊക്കെ പറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം വഴി, നമ്മൾ നീർക്കടവ് പയ്യാമ്പലം വഴിയാണ് വന്നിട്ടുണ്ടായത്. അപ്പം ഇവിടെ എന്തോ ചാകര ഉണ്ടെന്ന് തോന്നും. റോഡ് സൈഡിലൊക്കെ നമ്മുടെ വലക്കാര് മീൻ വിൽക്കുന്നുണ്ട്. അതുപോലെ കടൽ നോക്കുന്ന സമയത്ത് പയ്യാമ്പലം അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് ഫുള്ള് നിറയെ ബോട്ടുകളാണ്. അപ്പം ഇന്നെന്തോ ചാകര ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര തോളം ബോട്ടുകളൊക്കെ വരുന്നത് എന്ന് അങ്ങോട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിറച്ചും ബോട്ടുകളാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് കുറേ ബോട്ടുകളാണ്. അതുപോലെ തന്നെ കുറേ വലക്കാരെ സൈഡിൽ നിന്ന് ഞണ്ടൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നേ. റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്നുണ്ടായിന്. അപ്പം നമ്മൾ നമ്മുടെ സ്ഥിരം റൂട്ട് വഴിയാണ് നേരെ പോകുന്നത്. കാരണം ഈ ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകുമ്പം ട്രാഫിക്കും കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ല വൈബാണ്. രാവിലെ ആയിക്കോട്ടെ, ഉച്ചയായിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, എപ്പോഴായി കഴിഞ്ഞാലും ഈ ഒരു ബീച്ച് സൈഡ് വഴി പോകുന്നതിൻ്റെ വൈബ് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതാണെങ്കിൽ ഈ റോഡിലൂടെയാണ് പോകാറ്. അങ്ങനെ നമ്മളിതാ കുറച്ച് യാത്രകൾക്ക് ശേഷം നമ്മുടെ തലശ്ശേരി മാഹി ഹൈവേയിലെ അവിടത്തേക്ക് കയറിയിട്ടുണ്ട്. നാഷണൽ ഹൈവേയിലേക്ക്, NH-66 കിടുക്കാച്ച റോഡ്, ഒന്നും പറയാനില്ല. അടിപൊളി. അവിടെ വണ്ടി പോകുന്നതേ അറിയുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് നമ്മുടെ ഇവിടുന്ന് ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ ആണെന്ന് തോന്നുന്നു ഇവരുടെ ഒരു പദ്ധതി വരുന്നത്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായേനെ. പിന്നെ ആ ഒരു മാഹിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നേരെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ്ടും ആ റോഡിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല നല്ല റോഡുണ്ട്. ചില സ്ഥലത്താണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള പൊളിഞ്ഞ റോഡാണ്, കുണ്ടുള്ള റോഡ്. അങ്ങനെ നമ്മൾ ഫൈനലി കൊയിലാണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഒരു കടയിലേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ അവിടുന്ന് കുറച്ചുകൂടി പോകാനുണ്ട്. ഉള്ളൂരെന്നോ ഉള്ളേരിയെന്നോ എന്തോ പറഞ്ഞതാണ് അവിടുത്തെ സ്ഥലം. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് മരങ്ങളും പാടങ്ങളും വയലുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണത്. ഈ ഒരു വഴി നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം ഇപ്പം ഏകദേശം 1 വർഷമായി നമ്മൾ കൊയിലാണ്ടിലേക്ക് വന്നിട്ട്. ഞാൻ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ കഴിഞ്ഞ വർഷം ലീവിന് വന്ന സമയത്ത് പോയതാണ്. ഈ കൊയിലാണ്ടി എന്ന് പറയുന്ന സമയം ഇത് എന്താണ് നമ്മൾ ഈ കൊയിലാണ്ടിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ചിന്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയാം. കൊയിലാണ്ടിയിൽ ഏട്ടൻ്റെ അമ്മേൻ്റെ തറവാടാണ് കൊയിലാണ്ടിയിൽ വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇതാ ഈ ഒരു നല്ല ഗ്രീനറി ഒക്കെ കാണുന്നില്ല, നല്ല വൈബാണ് പോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, മഴയൊക്കെ പെയ്തൊരു സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് പച്ചപ്പാണ്, നിറയെ പാടങ്ങളാണ്, വയലുകളാണ്, കുളമാണ്. അങ്ങനെ നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ തന്നെ ഗുരു കാരണവന്മാരുടെ അമ്പലം ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എന്തോ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുന്നതിനേക്കാളും മുന്നേ ഞാനായിരിക്കും തിരക്കിട്ടിട്ട് വാ നമുക്ക് കൊയിലാണ്ടി പോവാന്ന് പറയുന്നത്. അപ്പോൾ ഇത് അമ്മേൻ്റെ തറവാടാണ് അവിടെ വരുന്നത്.
അപ്പം ഇവർ അമ്മമ്മേൻ്റെ വീടൊക്കെ അവിടെയാണ്. അമ്മമ്മേൻ്റെ അമ്മയൊക്കെ താമസിച്ചിരുന്നത് അവിടെയാണ്. അപ്പം അമ്മമ്മ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക്, അതായത് ഏട്ടൻ്റെ അമ്മയുടെ അമ്മയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കണ്ണൂരേക്ക് വന്നത്, അഴീക്കോടിലേക്ക്. അപ്പം എന്തായാലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് അങ്ങനെ കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. നമ്മൾ എന്ത് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാലും എല്ലാം അവിടെ പോയിട്ട് ക്ഷണിക്കുക, അതുപോലെ ഏട്ടൻ ഓരോ തവണ ലീവിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുക, അതൊക്കെ ഇപ്പോഴും നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വർഷത്തിൽ ഏട്ടൻ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോഴും പോകാറുണ്ട്. അമ്മമ്മ ഇപ്പോഴാണ് അവിടെ പോയിട്ട് അവിടെയുള്ള അച്ചാച്ചന്മാരപ്പരും അമ്മമ്മമാരപ്പരൊക്കെ താമസിച്ച് അടിച്ചു പൊളിച്ചിട്ട് അമ്മമ്മ ഇപ്പം മോളുടെ ബർത്ത്ഡേൻ്റെ സമയത്താണ് ഇങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മമ്മ മെയിനായിട്ട് വരുന്നില്ല എന്നും പറഞ്ഞത്. അപ്പം നമ്മളിതാ തറവാട്ടിലേക്ക് എൻട്രി ചെയ്യുവാണ്. നല്ല പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഓലേനെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടൊക്കെ ആയിരുന്നു. അപ്പം അത് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെയുള്ള അമ്മമ്മേൻ്റെ ഏട്ടൻ്റെ മോളിൽ ഇപ്പം സ്വന്തമായിട്ട് എടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു അന്ന് ഓലപ്പുരയൊക്കെ ആയിരുന്നു വേണ്ട. അപ്പം അത് ഇവിടുന്ന് ഓരോ മാറ്റങ്ങൾ വരുന്നതിനേന അത് ഇങ്ങനത്തെ രീതിയിലേക്കാണ് ഇപ്പം വീട് എത്തിയിട്ടുള്ളത്. ഇതാണ് കൊയിലാണ്ടി കുറുങ്ങോട്ട് തറവാട്, അമ്മമ്മേൻ്റെ തറവാട് വീട്. അപ്പോൾ അവിടെ എത്തി എല്ലാവരും മോളെ എടുത്തിട്ട് കളിപ്പിക്കുന്നൊക്കെ തിരക്കിലാണ്. അപ്പോൾ അമ്മ അവിടെ എത്തിയതും സംസാരവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെയൊക്കെ റിലേറ്റീവ്സ് ആണ്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സാധാരണ ഇത്ര നേരത്തെ ഇറങ്ങാറില്ല. ഇപ്പോഴും ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര സൈഡൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പം റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട്. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ലേറ്റ് ആവണ്ടെന്ന് കരുതിയിട്ടായിരുന്നു പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ പാടത്തിൻ്റെ ഇടയ്ക്കും കുളത്തിൻ്റെ ഇടയ്ക്കെല്ലാം ഞാനും ഏട്ടനും സൂര്യയൊക്കെ പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഈ ട്രാഫിക് കാര്യം പേടിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടേക്കല്ല പോകുന്നത്, അമ്മയുടെ തന്നെ വേറൊരു ഏട്ടൻ്റെ അടുത്തേക്കാണ്. അപ്പം അവരുടെ വീട്ടിലേക്ക് അവർ അടുത്തടുത്താണ് വീട്. അപ്പം വന്നിട്ട് അങ്ങോട്ട് കയറാതെ പോകണ്ടെന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്കും കൂടി പോവുകയാണ്. അവിടെ ഇങ്ങനെ വണ്ടി താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു സ്ലോപ്പ് പോലൊക്കെ ഒന്ന് കയറിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ പാടുള്ള സമയത്ത് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ സമയം കോവിഡിൻ്റെ ടൈമായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഏട്ടൻ ഷിപ്പിലേക്ക് പോയതിന് ശേഷമായിരുന്നു ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ തറവാട്ടിലേക്ക് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ താമസിച്ച വീടായിരുന്നു അത്. അപ്പോൾ നമ്മൾ വെറുതെ മുകളിലൊക്കെ പോയി ഒന്ന് ചുറ്റുപാടൊക്കെ എടുത്ത് നല്ല അടിപൊളി ഗ്രീനറിക്ക് ആയതുകൊണ്ട് വെറുതെ ഒരു ഷോ ഓഫിന് വീഡിയോയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മളെടുത്ത് അവിടെ നമ്മളൊരു 3:30-3:45 ആയപ്പോഴേക്ക് തിരിച്ചെന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. ഇവിടുന്നൊക്കെ ഭയങ്കര രസമാണ്. അത് ഞാൻ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കത് അത്രയും ഇഷ്ടമുള്ള കാര്യം. ഈ ഒരു റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഫുൾ ഗ്രീനറി കാര്യങ്ങൾ, അങ്ങനെ വലിയ ബഹളം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രസം. അങ്ങനെ ബിസി ലൈഫ് അല്ല ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വടകരയിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ, വിചാരിച്ചതുപോലെ തന്നെ ഇങ്ങോട്ട് വരും, അതായത് കൊയിലാണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള ട്രാഫിക്കിനേക്കാളും ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഏകദേശം 2-2.5 മണിക്കൂർ ട്രാഫിക്കിൽ പെട്ടിരുന്നു. അമ്മക്കാണെങ്കിൽ ഛർദിയായി. അപ്പോൾ നമ്മൾ പിന്നെ നേരെ നമ്മുടെ നാഷണൽ ഹൈവേ NH-66 കയറിയിട്ടുണ്ട്. ഏട്ടനൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് ക്ലച്ചൊക്കെ ചവിട്ടി അതുപോലെ തന്നെ ഇരുന്ന് പുഴുങ്ങിയ അവസ്ഥയായിപ്പോയി. നമ്മൾ ഒരു സൈഡിൽ നമുക്ക് വെയിലടിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് വണ്ടി പോകുന്നില്ല. അയ്യോ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അമ്മയാണെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഒരേ ഛർദിയായിരുന്നു. പിന്നെ ഈ ഒരു NH-66 എത്തിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. കാരണം പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട് വണ്ടി. ശരിക്കും പറഞ്ഞില്ല, നമ്മളെ കാറ് മൂവ് ചെയ്യുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് അടിച്ച് പൊളിച്ചിട്ട് പോയി. ഇതൊക്കെ അങ്ങനത്തോളം ഉണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ടു ട്രിവാൻഡ്രമൊക്കെ നമ്മൾ ഇതാ പഠിച്ചോ എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ നമ്മളവിടെ എത്തും ഈ റോഡൊക്കെ ആണെങ്കിൽ. അപ്പം ഞാൻ എന്തൊക്കെയോ അതിൽ നമ്മുടെ ഓൺ വോയിസ് ആയിട്ട് പറയാമെന്ന് കരുതുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കാരണം അത്ര നല്ല സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ അത്രയും കാറ്റൊക്കെ അടിച്ചിട്ട് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അത് ഏട്ടൻ പറഞ്ഞു, നീ എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ അതൊന്നും ആ വീഡിയോൻ്റെ അകത്ത് കേൾക്കില്ല എന്നാണ് ഏട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രീൻസിലേക്കാണ്. അപ്പം അമ്മ ഏകദേശം ഒന്ന് ഓക്കെയായി വരുന്നുണ്ടായിരുന്നു. ഗ്രീൻസിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പം നമ്മൾ പഴനിക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻസിലേക്ക് പോയിട്ടുണ്ട്.
അപ്പോൾ അവിടുന്ന് നമ്മുടെ കുഞ്ഞു കുട്ടി പർച്ചേസിംഗ് ഒക്കെ നമ്മൾ ചെയ്തു. അപ്പം അത് കഴിയുമ്പോഴേക്കും എല്ലാവരും നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് വേണ്ടൊരു ചായ നിർബന്ധമായതുകൊണ്ട് വരുന്ന വഴിക്ക് ബീച്ച് സൈഡിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയിട്ട് നേരെ വീട്ടിലെത്തി. ഹലോ, ഫൈനലി വീട്ടിലെത്തി. കോലം കണ്ടില്ലേ? ഭയങ്കരമായിട്ട് തളർന്നുപോയി. ഭയങ്കര ദൂരമായി പോയത്. അതുപോലെ ട്രാഫിക് എന്ന് പറഞ്ഞു 1.5 ട്രാഫിക്കായിരുന്നു വടകരയിൽ നിന്നൊക്കെ. അതുവരെ കണ്ണൂരിൽ നിന്ന് മാഹി വരെ നല്ലൊരു റോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ഛർദ്ദിച്ച് ആകെ സൈഡായി. ആകെ എന്താ പറയുക, ഇവക്കും തലവേദന, എനിക്കും തലവേദന. ഇനിയിപ്പം ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നാളെയാണ് നമ്മൾ പറഞ്ഞ ട്രിപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്രത്തോളം അലങ്കോലാവും ഇന്നത്തെ ഒരു യാത്ര നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇനിയിപ്പോ നാളെ ഉച്ചക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉച്ചക്കല്ലേ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒന്ന് ഉറക്കി ഒന്ന് ആക്കിയിട്ട് വേണം, നമ്മുടെ തലവേദനയും എല്ലാം ഒന്ന് ടാബ്ലറ്റ് ആയിട്ട് ശരിയാക്കിയിട്ട് വേണം നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ആക്കിയിട്ടില്ല. A to Z എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ആകെ ഇതാ കാരണം അവശരായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രഷൊക്കെ ആയി വന്ന് ഇനിയിപ്പോൾ ഒന്ന് കിടക്കേണ്ട ഒരു പരിപാടികളാണ്. വേറെ ഒന്നും ഇന്നൊരു ഡ്രസ്സ് എടുത്തു വെക്കാനൊന്നും പറ്റില്ല. നാളെ ഇനിയിപ്പോൾ രാവിലെ കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇത്ര അവസ്ഥയിലാവുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും എല്ലാം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു ട്രാഫിക്കിൻ്റെ റോഡ് മോശമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ പറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ ഒരു വൈൻഡപ്പ് സെക്ഷൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ടാറ്റാ, ബൈ.